ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്ലേ തെറാപ്പി. അതായത് എല്ലാ ഡെവലപ്മെൻറ്റും കൊച്ചിന് വളരെ എഫക്റ്റീവായിട്ട് വരണമെങ്കിൽ കൊടുക്കേണ്ട ഒരു തെറാപ്പിയിൽ ഒന്നാണ് പ്ലേ തെറാപ്പി എന്ന് പറയുന്നത്. അതായത് ഇൻഫൻസിയിൽ എന്താണ്, സോളിറ്ററി പ്ലേ ആണ്. അതായത് കുഞ്ഞെപ്പോഴും തന്നെ ഇരുന്ന് കളിക്കുന്നത്. അതായത് കളിക്കുന്ന ഒരു ചിലങ്കയുടെ ശബ്ദം കേൾപ്പിച്ച കൊച്ച് അങ്ങോട്ട് ശ്രദ്ധിക്കും, ഇങ്ങോട്ട് ശ്രദ്ധിക്കും, സന്തോഷിക്കും, ചിരിക്കും. കാരണം തന്നെത്താനെ കളിക്കാനുള്ള ശേഷിയേ ഉള്ളൂ. ആരെങ്കിലും എടുത്തു കൊടുത്താൽ അത് കണ്ട് അതിനനുസരിച്ച് മാത്രം കളിക്കുന്ന ഒരു. ഇനി ടോഡലർ സ്റ്റേജിലേക്ക് വന്നാലോ, പാരലൽ പ്ലേ ആണ്. സോളിറ്ററി മാറി പാരലൽ പ്ലേ എന്ന് പറയും. അതായത് 2 കൊച്ചുങ്ങളുണ്ടെന്ന് വെച്ചോ ഒരു വീട്ടിൽ, ടോഡലറായ. നമ്മളൊരു കളിപ്പാട്ടം വാങ്ങുമ്പോൾ എന്താ പ്രത്യേകത, 2 പേർക്കും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. ഒരാൾക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്ത് അതുകൊണ്ട് മറ്റേ ആൾ കളിക്കത്തില്ല. ഒരാൾക്ക് വേറൊന്നും വേണം, 2 പേരും ആ 2 കോണിലേക്ക് മാറി ഇരുന്ന് അവരുടെ കളിപ്പാട്ടം കൊണ്ട് കളിക്കുക. പാരലൽ പ്ലേ എന്ന് പറയും. അവരവരുടെ കളിപ്പാട്ടം കൊണ്ടേ കളിക്കത്തുള്ളൂ. അവർക്ക് കിട്ടിയേക്കണ അവരുടെ മാത്രം കളിപ്പാട്ടം വേറൊരാളുടെ കൂടത്തിൽ കൂടി കളിക്കുന്ന കോപ്പറേറ്റ് കളിയിലേക്ക് വരാനുള്ള സ്റ്റേജ് ആയിട്ടില്ല. അതാണ് ടോഡലറിൻ്റെ പ്രത്യേകത. വാങ്ങുവാണെങ്കിൽ 2 പേർക്കും വാങ്ങിച്ചു കൊടുക്കണം ഒരേപോലത്തെ സാധനം. സൈക്കിൾ വാങ്ങുവാണെങ്കിൽ 2 പിള്ളേരുണ്ടെങ്കിൽ 2 പേർക്കും സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അതാണ് ആ സ്റ്റേജിൻ്റെ പ്രത്യേകത. കാരണം അവർ കോപ്പറേറ്റ് കളിക്കത്തില്ല, അവർക്ക് ഇഷ്ടമല്ല, അവരങ്ങനെ ചെയ്യത്തില്ല. അവരുടെ മൈൻഡ് അങ്ങനെയാണ്, അവരുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജാണ് അത് ഒരു ഡിഫക്റ്റ് അല്ല ഇതൊന്നും. ഇതൊക്കെ മച്ചുറായ ബ്രെയിൻ വളരുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷണമാണ്. കൊച്ചിങ്ങനെയാണ് കാണിക്കേണ്ടത്, ഇങ്ങനെ തന്നെ കാണിക്കണം. ഈ സമയത്ത് ബാക്കി അവർ ഇമിറ്റേറ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. ആരെന്ത് കാണിച്ചാലും അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇമിറ്റേഷനും പാരലൽ പ്ലേയുമാണ് ഈ സ്റ്റേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവർക്ക് കൊടുക്കുന്ന എല്ലാം അവർ ഇമിറ്റേറ്റ് ചെയ്യും. നല്ലത് കൊടുത്താൽ നല്ലത് ഇമിറ്റേറ്റ് ചെയ്യും, മോശം കൊടുത്താൽ മോശം ഇമിറ്റേറ്റ് ചെയ്യും. അപ്പം നല്ല ക്യാരക്ടർ ഉണ്ടാകുന്ന സമയമാണ്, അതേസമയം മോശം ക്യാരക്ടറും ഉണ്ടാകുന്ന സമയമാണ്. പിന്നെ അസോസിയേറ്റ് വിത്ത് ഫാൻറ്റസി പ്ലേ, അതായത് 3 തൊട്ട് 6 വരെ ഉള്ള സമയത്ത് സംഭവിക്കുന്നതാണ് അസോസിയേറ്റ് പ്ലേ എന്ന് പറഞ്ഞാൽ. അതായത് വിത്ത് ഫാൻറ്റസി പ്ലേ, അവർ കാണുന്ന സാഹചര്യങ്ങളിലൊക്കെ കുറിച്ച് അവർ ഫാൻറ്റസി ചെയ്യും, ഇമാജിൻ ചെയ്യും. അതായത് ടി വിയിൽ ഒരു ഭയങ്കര ഫുട്ബോളിൻ്റെ അല്ലെങ്കിൽ ഒരു കാർട്ടൂണിൽ ഭയങ്കര സൂപ്പർമാൻ ചാടി നടക്കുന്ന കണ്ടോ, അവർ പോയി കിടന്നുറങ്ങുമ്പം അവർ ആ ചാടി പോകുന്നതിനെ ഇമാജിൻ ചെയ്യും, എന്നിട്ട് അങ്ങനെ ചാടാനായിട്ട് ശ്രമിക്കും. അതാണ് അസോസിയേറ്റ് വിത്ത് ഫാൻറ്റസി പ്ലേ എന്ന് പറഞ്ഞാൽ. അവർ എന്ത് പ്ലേ ആണോ, അല്ലെങ്കിൽ അവരെന്ത് സാഹചര്യമാണോ കാണുന്നത്, അല്ലെങ്കിൽ എന്ത് അനുഭവമാണോ അവർക്ക് ലഭിക്കുന്നത്, അതിനെ അവർ ഇമാജിൻ ചെയ്യും. അതിൽ അവരായിട്ടത് സങ്കല്പിക്കും. അവരങ്ങനെ ചാടുന്നത് പോലെ ചാടി നടക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം കാണാൻ തുടങ്ങുന്ന സമയമാണ്, ഫാൻറ്റസിയാണ്. ഫാൻറ്റസിയും കണ്ട കാര്യങ്ങളെ അസോസിയേറ്റ് ചെയ്ത് ഫാൻറ്റസി ഉണ്ടാവും. അപ്പം അതാണ് 3 to 6 years ഓഫ് ഏജ് എന്ന് പറയുന്നത്. അവർ ഒരു റിയൽ വേൾഡിലേക്ക് കടന്നു വരുന്നതിൻ്റെ പ്രാരംഭമാണ് ആ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്കൂൾ ഏജ്, ഇവിടെയാണ് കോപ്പറേറ്റ് വിത്ത് കോമ്പറ്റേറ്റീവ് പ്ലേ എന്ന് പറയും. അപ്പോൾ കോപ്പറേറ്റീവ് അതായത് കൂടി യോജിച്ച് കളിക്കാൻ തുടങ്ങും, കൂട്ടുകൂടി. അതായത് ഒരു ഗ്യാങ് ആയിട്ട്, ഒരു ഗ്രൂപ്പായിട്ട്, ഒരു ടീമായിട്ട് അവർ കോപ്പറേറ്റ് ചെയ്യും. 3-4 പേര് ഒരുമിച്ച് കൂടി ഒരു കോപ്പറേഷൻ പോലെ പ്രവർത്തിക്കും. ഒപ്പം അതിനകത്ത് കോമ്പറ്റീഷൻ ഉണ്ടാവും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ബോൾ അടിക്കുന്ന ആൾ, ഏറ്റവും കൂടുതൽ ക്യാച്ച് പിടിക്കുന്ന ആൾ, ഏറ്റവും നല്ല ബാറ്റ്മാൻ, അങ്ങനെയുള്ള കോമ്പറ്റീഷനും അതിനകത്ത് വരും. കോപ്പറേറ്റീവ് പ്ലേ ആണ് താനും. ഇതുണ്ടാകുന്നത് ആഫ്റ്റർ ദ 6 years ഓഫ് ഏജ് ആണ്. ഇതാണ് പ്ലേ തെറാപ്പിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ. ഓർക്കുക, ഒരു കൊച്ച് 6 വയസ്സ് കഴിയുമ്പോഴാണ് ടീമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കളികളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. അതിലവർക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവും, കോപ്പറേഷൻ ഉണ്ടാവും, ഒപ്പം കോമ്പറ്റീഷനും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.